എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മാമ്പഴ പുളിശ്ശേരിയുടെ വീഡിയോ ആണ്. നമുക്കിപ്പോൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ മാമ്പഴത്തിൻ്റെ സീസൺ ആകുമ്പോൾ കുറേ മാമ്പഴത്തിൻ്റെ റെസിപ്പീസാണ്. പലതരത്തിലുള്ള മാമ്പഴ പുളിശ്ശേരി, മാമ്പഴം കൊണ്ടാണെങ്കിൽ ശർക്കരയിട്ട് കറി വെക്കുന്നു, അങ്ങനെ പല വിഭവങ്ങളാണ്. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഈ മാമ്പഴ പുളിശ്ശേരി ഒരുപാട് ഇഷ്ടമാണ്. അത് കാരണം കൊണ്ട് കുറേ ദിവസങ്ങൾ കൊണ്ട് വിചാരിക്കുകയാണ് മാമ്പഴ പുളിശ്ശേരി റെഡിയാക്കണമെന്ന്. അങ്ങനെ ഞാൻ മാമ്പഴ പുളിശ്ശേരി വെച്ചു കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ കിട്ടുന്നത് നമുക്ക് സാധാ നാടൻ മാങ്ങകളല്ല. അപ്പം അതിൻ്റേതായ കുറേ ടേസ്റ്റ് വ്യത്യാസങ്ങൾ നാട്ടുമാങ്ങ കൊണ്ട് റെഡിയാക്കുന്നതും ഇങ്ങനെ ഇത് പാകിസ്ഥാനി മാങ്ങയാണ്. അപ്പോൾ അത് വ്യത്യാസങ്ങളുണ്ട്. എന്നിരുന്നാലും നമ്മളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്ത് നോക്കുന്നതിന് കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ ഒരു 3 മാങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ തൈര് ഒഴിക്കുന്നത് അധികം പുളിയില്ലാത്തത് കൊണ്ട് ഞാനൊരു തക്കാളി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു സവാള അരിഞ്ഞിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പിലയും പച്ചമുളകും കൂടെ കീറിയിട്ടിട്ട് ഈ മാങ്ങയൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഉപ്പ് ഇട്ട് കൊടുക്കും. ഒന്ന് തിളച്ച് കഴിയുമ്പോഴാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മാങ്ങയൊന്ന് വേവിച്ചെടുക്കും. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നതാണ്. ഈ തക്കാളിയൊന്നും സാധാരണയാണെങ്കിൽ നാട്ടിലൊന്നും ഞാൻ മമ്മിയൊക്കെ വെക്കുന്ന സമയത്തൊന്നും ഇട്ട് കണ്ടിട്ടില്ല. കാരണം അത് തക്കാളിയൊന്നും ഇടേണ്ടതായ ആവശ്യങ്ങൾ വന്നിട്ടില്ല അത് കാരണം കൊണ്ട്. പിന്നെ ഇതിൻ്റെ അരപ്പ് റെഡിയാക്കിയത് തേങ്ങ, പച്ചമുളക്, ഒരു വെളുത്തുള്ളി, അതുപോലെ തന്നെ ജീരകം ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് നന്നായിട്ട് അരയ്ക്കുക. അതുപോലെ തന്നെ തൈരും കൂടെ ഇതിൽ ഒഴിച്ചിട്ടാണെങ്കിൽ ഒരുമിച്ച് അടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ആ അരപ്പാണ് നമ്മളിപ്പോൾ ഒഴിച്ചിരിക്കുന്നത്. ഞാൻ സാധാരണ ഈ ഒരു തേങ്ങയുടെ അരപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് തിളപ്പിക്കുക പതിവാണ്. സാധാരണ അങ്ങനെ തിളപ്പിക്കരുതെന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ തിളപ്പിച്ചെടുക്കാറുണ്ട് കേട്ടോ. എനിക്ക് അതിൻ്റെ പച്ചമണമൊക്കെ മാറി കിട്ടുന്നതാണ് ഇഷ്ടം. അല്ലെങ്കിൽ അതിൻ്റെ ഒരു പച്ചമണത്തിൻ്റെ ആ ഒരു ചുവ വന്നു കഴിഞ്ഞാൽ കഴിക്കാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാനൊന്ന് തിളപ്പിച്ചെടുക്കുക പതിവുണ്ട്. അപ്പോൾ നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. നമ്മുടെ കറി ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ഇനി കടുക് പൊട്ടിച്ചെടുത്ത് കഴിയുമ്പോഴത്തേന് നല്ല അടിപൊളി സ്വാദിഷ്ടമായ മാങ്ങാ പുളിശ്ശേരി റെഡിയാവുന്നതാണ്. അപ്പോൾ നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ചു കടുക് ഇട്ടു. അതുപോലെ തന്നെ വറ്റൽമുളകും ഉള്ളിയും പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കാണെങ്കിൽ കടുക് പൊട്ടിച്ചെടുത്തിട്ട് നല്ല താളിച്ചങ്ങോട്ട് കൊടുക്കണം. അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. നമുക്ക് ഈ ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇത് ഞാൻ ഇച്ചിരി ഒരു മുളക് പൊടി കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കളറിനും അതുപോലെ ഒരു ടേസ്റ്റ് വേറെ വ്യത്യാസമാണ്. ശരിക്കും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഇതിൻ്റെ ഒരു കടുക് പൊട്ടിച്ചെടുക്കുമ്പോഴത്തേന് എടുക്കാം. അതുപോലെ കുറച്ചൊരു ഉലുവാപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം തേങ്ങയൊക്കെ അരച്ചതല്ലേ, അപ്പോൾ ഞാൻ ഉലുവാപ്പൊടി ഇടാറുണ്ട്. അങ്ങനെ ഉലുവാപ്പൊടിയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അത് നമുക്ക് താളിച്ച് കൊടുക്കാം. താളിച്ച് കൊടുത്തിട്ട് അതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കും. നല്ല സ്വാദിഷ്ടമായ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് ഈ പ്രവാസികളായിട്ടുള്ള നമുക്ക് ഇതുപോലെ നാട്ടിൽ മാങ്ങ ഒന്നും കിട്ടിയില്ലെന്ന് നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ അവൈലബിളായിട്ട് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഏത് മാങ്ങ വെച്ചിട്ടും നമുക്കിങ്ങനെ റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മളല്ലേ കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുക, നമുക്ക് കഴിക്കാം. ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. Thank you for watching. Bye bye. See you next video.